മാനവ ചരിത്രത്തിൽ കാലുഷ്യം കുത്തി നിറയ്ക്കുന്ന കാപട്യമാണ് മതം. സമാധാനത്തിൻ്റെ പളുങ്ക് കുപ്പായം അണിയുകയും അസമാധാനത്തിൻ്റെ വിഷശരീരമായി നിലനിൽക്കുകയും ചെയ്യുന്ന സാമൂഹിക വ്യവഹാരമാണ് മതം. ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന സംഘർഷങ്ങളിൽ നിന്ന് മതവിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ ശേഷിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാകും. അതായത് മതത്തിൻ്റെ സമാധാന വാചാടോപങ്ങളിലെല്ലാം ഹിംസയുടെ വാൾത്തല മൂർച്ചയുണ്ട്. മതത്തെ പോലെ മാനവകുലത്തെ ഇത്രമേൽ രക്തപങ്കിലമാക്കിയ ആശയ സംഹിതയില്ല. മതത്തെ പോലെ രാഷ്ട്രീയത്തെ ഇത്രമേൽ വിഷലിപ്തമാക്കിയ ആശയ സംഹിതയുമില്ല. ഈ സാഹചര്യത്തിൽ മതം അതിൻ്റെ ദംഷ്ട്രയും നൃശംസതയും പുറത്തു കാട്ടിയ 3 സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഈ ലക്കം അടയാളം. കൃത്യം 3 മാസം മുമ്പ് മലപ്പുറം കൊടിഞ്ഞിയിൽ ഫൈസൽ എന്ന യുവാവ് കൊല്ലപ്പെട്ടു. ആ അരുംകൊലയ്ക്കുള്ള കാരണം അവൻ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറി എന്നതാണ്. BJP RSS പ്രവർത്തകർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സമീപകാലത്തുണ്ടായ ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു ഫൈസലിൻ്റേത്. എന്നിട്ടും ഈ കേസ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? സംസ്ഥാനത്തെ മറ്റനേകം കേസുകൾ പോലെ ഇവിടെയും പിണറായി വിജയൻ സർക്കാർ വിമർശിക്കപ്പെടുന്നു. നവംബർ 19 കൊടിഞ്ഞി ഫാറൂഖ് നഗറിൽ വെച്ച് പുലർച്ചെ 4 മണിയോടെ ഫൈസൽ എന്ന യുവാവ് കൊല്ലപ്പെട്ടു. ഭാര്യാപിതാവിനെയും മാതാവിനെയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പുലർച്ചെ പോയതായിരുന്നു ഫൈസൽ. പിറ്റേന്ന് സൗദിയിലേക്ക് തിരികെ പോകേണ്ടതുമായിരുന്നു. എന്നാൽ ആ പുലർച്ചെ മതനൃശംസത കൊലക്കത്തിയുമായി അവിടെ കാത്തുനിന്നു. അവൻ്റെ സ്വന്തം ഇഷ്ടത്തിനായിട്ട് അവൻ ഇസ്ലാം മതം സ്വീകരിച്ചെന്നുള്ള ഒരു തെറ്റ് മാത്രമേ അവൻ ചെയ്തിട്ടുള്ളൂ. രോഗർക്കും ഞങ്ങൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും അറിയണ ഒരു തെറ്റ്, ഈ ഒരു തെറ്റ് അവൻ ചെയ്തിട്ടുള്ളൂ. ആ ഒരു കാരണവശാലാണ് അവർ വെട്ടി നശിപ്പിക്കാനുണ്ടായ ഒരു തീരുമാനം എടുത്തത്. അല്ലാത്ത ഒരു രീതിയിലും അവന് ചെയ്യാനുള്ള ഒരു അർഹത, ഒരാളോട് ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനായതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രമേ ഞങ്ങളറിവിലും നാട്ടുകാരറിവിലും ഇത് അവൻ തെറ്റ് ചെയ്തിട്ടുള്ളൂ. അനിൽകുമാർ പ്രവാസ ജീവിതത്തിനിടെ ഫൈസലായി പരിവർത്തനം ചെയ്തതാണ് മതഫാഷിസത്തെ ചൊടിപ്പിച്ചത്. അതോടെ RSS നേതാക്കളുടെ കാർമ്മികത്വത്തിൽ അരുംകൊലയ്ക്ക് പദ്ധതിയൊരുക്കി എന്നാണ് പോലീസ് കേസ്. എല്ലാ മതത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഇന്നുവരെ കേരളത്തിൽ ആരെയും കൊലപ്പെടുത്തിയതായിട്ട് നമുക്ക് ആർക്കും അറിവില്ല. പക്ഷേ സംഭവിക്കാൻ പാടില്ലാത്തതാണ് നവംബർ 19 കൊടിഞ്ഞിയിൽ സംഭവിച്ചത്. പ്രവാസകാലത്തെ മതപഠനങ്ങളിൽ നിന്നാണ് ഇസ്ലാം മതത്തിലേക്ക് ഫൈസൽ ആകർഷിക്കപ്പെടുന്നത്. ഈ മതം അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു പ്രാവശ്യം ഗൾഫിൽ നിന്ന് വിളിച്ച് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഈ മതത്തിന് എനിക്ക് ഇഷ്ടമാണ്, മുസ്ലിം മതത്തിന്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചു. അപ്പോഴും ഞാൻ ഒറ്റയടിക്ക്, നമ്മൾ ഹിന്ദു സമുദായം ഒരു മുസ്ലിം സമുദായമല്ലേ, ഒറ്റയടിക്ക് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ അത് ചെയ്തോ മോനെ, ഞാൻ അതിനൊരു മുടക്കും ചെയ്യൂല, നിൻ്റെ ഇഷ്ടം. അവൻ ജീവിച്ച എവിടെയെങ്കിലും ഏത് മതത്തിലായാലും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, എനിക്ക് ആകെ ഒന്നേ ഉള്ളൂ. ഫൈസലിന് പിന്നാലെ ഭാര്യയും മക്കളും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. അമ്മയും ഫൈസലിന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തി. ഇതോടെയാണ് മതമൗലികവാദികൾ ചൊടിച്ചത്. അനിൽകുമാർ എന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രം സ്വീകരിക്കുകയും ഇന്ത്യ രാജ്യം അനുവദിക്കുന്ന ഭരണഘടന അനുവദിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന പ്രത്യയശാസ്ത്രം സ്വീകരിച്ച് ഫൈസൽ എന്ന പേര് സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെയും അതുപോലെ തന്നെ വീട്ടുകാരുടെയും ഭാര്യ അടക്കം മക്കളടക്കമുള്ള എല്ലാവരുടെയും സമ്മതപ്രകാരം അദ്ദേഹം സൗദി അറേബ്യയിൽ വെച്ചാണ് മതം സ്വീകരിക്കപ്പെടുന്നത്. ഒരു പ്രേരണയും അദ്ദേഹത്തിന് അതിൻ്റേതായ രൂപത്തിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഫൈസലിന്റെ മതം മാറ്റത്തിനെതിരെ സഹോദരി ഭർത്താവ് അടക്കമുള്ള ചില ബന്ധുക്കൾ ഭീഷണിയുമായി രംഗത്ത് വന്നിരുന്നു. അവൻ പോയി അവൻ്റെ ഭാര്യനെയും മക്കളെയും കൊണ്ടുപോകാൻ അവൻ തയ്യാറുമാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ അതിൻ്റെ വിഷമമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ, അങ്ങനെ അവനിവിടെ തെളിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അവൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഉടനെ അവൻ്റെ കാല് രണ്ടും വെട്ടാൻ ഇവിടെ സ്പോട്ടിൽ ആളുണ്ടെന്ന്, ഒരു ആങ്ങളുടെ ഒരു മകന് വെട്ടാൻ ആളുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പം അന്ന് ഞാൻ ഇതൊന്നും ചിന്തിച്ചില്ല. ഭാര്യനോട് പറയും, അനക്കുള്ള ജയം ഈ ഫൈസലല്ലേ, അവൻ്റെ കഴുത്ത് അറുത്ത് എൻ്റെ മുമ്പ് കൊണ്ടിട്ടാൽ എനിക്ക് സമാധാനമാവുമെന്ന് ഈ വിനോദ് എന്ന് പറയുന്ന ആൾ സഹോദരൻ്റെ ഭർത്താവാണ് എപ്പോഴും പറയുമായിരുന്നു.
അവൻ്റെ കഴുത്തറുത്ത് എൻ്റെ മുമ്പിലിടും, അപ്പോഴേ എനിക്ക് സമാധാനമാവുള്ളൂ എന്നവൻ പറയും. അതും നമ്മൾ ദേഷ്യം കൊണ്ട് പറയുമായിരിക്കും. ഇപ്പം മതം മാറിയ ദേഷ്യം കൊണ്ടായിരിക്കും നമ്മൾ ഗൗനിച്ചില്ല. RSS തിരൂർ താലൂക്ക് സഹകാര്യവാഹക് മഠത്തിൽ നാരായണന്റെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചനയിൽ ഫൈസലിനെ അരുംകൊലക്കിരയാക്കിയെന്നാണ് പോലീസ് കേസ്. എന്നാൽ ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുകയാണ് സംഘപരിവാർ. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ RSSനെയും ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തകന്മാരെയും കേസിൽ കുടുക്കുവാനും കള്ളക്കേസ് ചുമത്തി അവരെ ജയിലിലടയ്ക്കുവാനും അവരെ പൊതുജന സമൂഹത്തിന് മുമ്പാകെ അക്രമികളായി ചിത്രീകരിച്ചുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണവും നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനെയാണ് ഭാരതീയ ജനതാ പാർട്ടി എതിർക്കുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തിനെതിരെ തിരൂരങ്ങാടിയിൽ വൻ ജനരോഷമുയർന്നിരുന്നു. വീട്ടുകാർ ചൂണ്ടിക്കാട്ടിയവർക്കപ്പുറത്തേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ ലോക്കൽ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഹോട്ട് ബ്ലഡഡ് മർഡർ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഇതല്ല, ദിസ് ഈസ് എ വെരി വെരി കോൾഡ് മർഡർ. വളരെയേറെ ആസൂത്രണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ പോയി ഞങ്ങൾ അവനെ കൊല്ലും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതിൻ്റെ പരിസമാപ്തിയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അപ്പോൾ അത് ആ കൊലപാതകം നടന്ന് അതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച പറ്റിയെന്ന് മാത്രമല്ല, ജനങ്ങളെയും അതുപോലെ തന്നെ മറ്റു ആളുകളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൂടി ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുണ്ടായി എന്നുള്ളതാണ്. ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണ ചുമതല മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈവേ ഉപരോധമടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾ സമരസമിതിക്ക് നടത്തേണ്ടി വന്നു. ഒടുവിൽ ക്രൈംബ്രാഞ്ച് DYSP മോഹനചന്ദ്രന് അന്വേഷണം കൈമാറാൻ നിർബന്ധിതമായി. ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സമരമാണ് നടക്കുന്നത്. ആ സമരത്തിലെ 1 പോയിന്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പം അത് ഞങ്ങൾ മാറ്റാൻ തയ്യാറാണ് എന്ന ഒരു വാക്ക് DGP ഉച്ചയ്ക്ക് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ആ സമരം അവസാനിക്കുമായിരുന്നു. അതിന് പകരം RDO എന്നോട് പറഞ്ഞാൽ DGP വിളിക്കാനാണ്. ഞാൻ പറഞ്ഞു, ഈ വിഷയത്തിൽ ഞാൻ DGP വിളിക്കുന്ന പ്രശ്നമില്ല. മാത്രമല്ല, ഇതൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലേക്ക് പോകാതെ സൂക്ഷിക്കേണ്ട കടമ DGPക്കാണ്. നാട്ടുകാരുടെ ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് ഗവൺമെൻറ്റിന് ആ നയം അവിടെ വെച്ച് തിരുത്തേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ചിനെ കേസന്വേഷണം ഏൽപ്പിക്കുകയും അവിടെ അന്വേഷണം വളരെയധികം നല്ല രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ യഥാർത്ഥ പ്രതികളെ മുഴുവനും അറസ്റ്റ് ചെയ്യാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ ഇതുവരെ 16 പേരാണ് അറസ്റ്റിലായത്. കൃത്യം നടത്തിയ 4 പേരും ഗൂഢാലോചന നടത്തിയ 10 പേരും ആയുധം സൂക്ഷിച്ച ഒരാളും പ്രതിയെ ഒളിപ്പിച്ച ഒരാളുമാണ് പിടിയിലായത്. RSS സഹകാര്യവാഹ് മഠത്തിൽ നാരായണനാണ് ഇതിൽ പ്രധാനി. കേസിൽ ഒരുപാട് പ്രതികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് കാണുന്നവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി, കാണുന്ന ആളുകൾക്ക് പിടിച്ചു കൊണ്ടുപോവുകയും അവരെ ഒക്കെ ഗൂഢാലോചന കേസിൽപ്പെടുത്തി കേസിൽ പ്രതിയാക്കി അവരെ ജയിലിലടക്കുകയാണ് ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒരു സമയത്തും ഒരു തരത്തിലും BJPയുടെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പുകളോ ഒരു ഇടപെടലോ നമ്മൾ ഉണ്ടായിട്ടില്ല. ഒരു തവണ പോലും ഒരു പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് പോയി പിടിച്ചിറക്കി കൊണ്ടുവരുന്ന സമീപനം ഉണ്ടായിട്ടില്ല. ഇതിനിടെയാണ് കേസിലെ 11 പ്രതികൾക്കും ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചത്. കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള കാലപരിധിയായ 90 ദിവസത്തിന് മുൻപ് തന്നെ പ്രതികൾ പുറത്തിറങ്ങി. വാസ്തവത്തിൽ 90 ദിവസം കഴിഞ്ഞിട്ട് ഒരു ജാമ്യത്തിൻ്റെ കാര്യം തന്നെ ചിന്തിക്കാൻ പാടുള്ളൂ. കൊടുക്കണോ വേണ്ടെന്നുള്ളതിന് 90 ദിവസമായിട്ടില്ല അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ ജാമ്യം കൊടുത്തു. അത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വേണ്ട രീതിയിൽ കേസ് ഇതിൻ്റെ ഗൗരവത്തോടുകൂടി പ്രോസിക്യൂഷൻ എടുത്തില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവർക്ക് ജാമ്യം കിട്ടിയത്. അവർ എൻ്റെ കണക്കിന്, എൻ്റെ മകനങ്ങനെ ചെയ്ത കണക്കിന് അവർക്ക് തക്കതമായ ശിക്ഷ ഗവൺമെൻറ് കൊടുക്കേണ്ട ഗവൺമെൻറ് കൊടുത്തില്ല. കൊടുക്കാത്തതുകൊണ്ടല്ല അവർ ഇറങ്ങിയത്. അവർ ചെയ്തത് തെറ്റാണ് അല്ലല്ല ഗവൺമെൻറ് എടുത്തത്, അത് ശരിയാണെന്നുള്ള വാക്കിലാണല്ലോ. അപ്പോൾ ഇനിയും ഇതുപോലെ തലമുറകൾ വലുതായി വരില്ലേ. അപ്പോൾ ഇവർക്കൊരു ധൈര്യം കിട്ടിയില്ലേ. ഇത്രയും ചെയ്തിട്ട് പാന് വെട്ടിയിട്ട് എന്താ ഞങ്ങൾ 3 മാസം അവിടെ വിരുന്ന് പോയ മാതിരി അവർ ഭക്ഷണം, അവർക്ക് കുളി, ആഹാരം, അവരുടെ സുഖ ജീവിതത്തിൽ അവരെ ജയിലിൽ കഴിഞ്ഞത്. അത് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി അവർക്ക് കൂളായിട്ട് നടക്കാം എന്നുള്ള ഒരു തീരുമാനമുണ്ടല്ലോ. അത് ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നാണ് എൻ്റെ അഭിപ്രായം.
RSSകാരായ പ്രതികൾക്കായി പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചു എന്ന ആക്ഷേപവും എന്തിനിത് ചെയ്തു എന്ന ആശങ്കയും ഇതോടൊപ്പം ഉയർന്നു. ഒരാളെ വധിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് അവർ കൊടുക്കുകയും ഇത്തരം ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അവർക്ക് അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അവർ അടുത്ത പരിപാടിയിലോട്ട് അടുത്ത വീട്ടിലോട്ട് മാറുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യും. കാരണം ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഈ കൊടിഞ്ഞി വധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന സൂത്രധാരൻ തിരൂർ യാസിർ വധക്കേസിലെ പ്രധാന പ്രതിയാണ്. യാസിർ വധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പ്രധാന പ്രതി മടത്തിൽ നാരായണൻ എന്ന് പറയുന്ന പ്രധാന സൂത്രധാരൻ ഇറങ്ങിയതിന് 2-ാം മാസത്തിനുള്ളിലാണ് അടുത്ത കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണം എന്ന ആവശ്യത്തോട് പ്രതികരിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ ഇനിയിപ്പം ഹൈക്കോടതിയിലാണെങ്കിലും മറ്റുള്ള സ്ഥലത്താണെങ്കിലും വെക്കുന്ന ഒഫീഷ്യലായിട്ടുള്ള പ്രോസിക്യൂട്ടർക്ക് പുറമെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ കൂടി വെക്കണം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് നിവേദനം കൊടുത്തിട്ട് ഏകദേശം 2 ആഴ്ചയായി. ഒരു മറുപടി പോലും ഇതിൽ തന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് കൊടുത്തതാണ് അദ്ദേഹത്തിൻ്റെ ബഹ്റൈൻ യാത്രയ്ക്ക് തലേന്ന്. ഇതുവരെ അതിനൊരു മറുപടി വന്നില്ല. കഴിഞ്ഞ ബുധനാഴ്ചയെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു ഉത്തരവ് ഞങ്ങൾ പ്രത്യേകിച്ച് ആളെ തന്നെ മെൻഷൻ ചെയ്ത് ഇന്ന ആളെ കൊടുക്കണം. കൊല്ലപ്പെട്ട ദരിദ്ര യുവാവിന്റെ കുടുംബത്തിന് എന്തെങ്കിലും സഹായം നൽകണമെന്ന അഭ്യർത്ഥന പോലും പിണറായി വിജയൻ ചെവിക്കൊണ്ടില്ല. ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, വളരെ ദരിദ്രനായ ചെറുപ്പക്കാരൻ ഈ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് ഒരു കോമ്പൻസേഷൻ കൊടുക്കുക എന്നതുപോലും ചെയ്യാതെ നല്ലൊരു മറുപടി പോലും ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയുണ്ടായിട്ടില്ല. പിന്നീട് അവരുടെ മാതാവിൻ്റെ ആവശ്യപ്രകാരം അഡീഷണൽ പ്രോസിക്യൂട്ടറെ വെക്കാൻ അനുമതി ചോദിച്ചു. അതും ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അതിനും തന്നെ ഒരു അനുമതി ലഭിച്ചിട്ടില്ല. റംസാൻ മാസത്തിലെ 27-ാം രാവിലുള്ള ചടങ്ങിൽ എല്ലാ മതസ്ഥർക്കുമായി ഇഫ്താർ വിരുന്നൊരുക്കുന്ന കൊടിഞ്ഞിയുടെ നാട്ടുപഴമയിലേക്കാണ് മതമൗലികവാദത്തിന്റെ കൊലക്കത്തിയിൽ ചോര തെറിച്ചു വീണത്. ഇത്തരം സുപ്രധാന കേസുകളിൽ പോലും പിണറായി വിജയൻ സർക്കാർ സമാശ്വാസത്തിന്റെ തണൽപ്പരപ്പാകുന്നില്ല എന്നത് ഇരയുടെ കുടുംബത്തെ വീണ്ടും വ്രണിതരാക്കുന്നു. മതകാലുഷ്യത്തിന്റെ അപായകരമായ വിഷദംശനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നതുപോലും ഇന്ന് അസാധ്യമാകുകയാണ്.